ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ്ഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും ഊഷ്മളമായ ദാമ്പത്യ സ്നേഹത്തിൽ വളരാനും ഭാര്യ ഭർത്താക്കന്മാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ചാക്രിക ലേഖനത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും ചിന്തകളുമാണ് നാം ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ സന്തോഷം നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളമായിട്ടുണ്ടാകണം. ചർച്ചകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിശിഷ്ട അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മോടൊപ്പമുള്ളത് ഫാമിലി അപ്പസ്റ്റലേറ്റിൻ്റെ മുൻ ഡയറക്ടറും കുടുംബ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ചൻ. അച്ഛനിപ്പോൾ സെൻറ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജറായി സേവനം ചെയ്യുന്നു. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ഏറെ സുപരിചിതിയായ ഡോക്ടർ മേരി റെജീനയാണ് സ്വാഗതം ചെയ്യാനുള്ളത്. ഡോക്ടർ മേരി റെജീന കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും തൃശ്ശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നാം ഇനി സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ വി എം ചാക്കോ സാറ് 2008 മുതൽ സെൻറ് തോമസ് കോളേജിലെ അധ്യാപകനാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം മേധാവിയായി ഇപ്പോൾ സേവനം ചെയ്യുന്നു. സജീവമായി ഇടവകയിലും മറ്റ് ആത്മീയ രംഗത്തും സജീവ സാന്നിധ്യമാണ് സാറ്. ചാക്കോ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് വിവാഹം ആജീവനാന്ത സൗഹൃദമാണ്. ദൈവത്തോട് നമ്മെ ഐക്യപ്പെടുത്തുന്ന സ്നേഹം കഴിഞ്ഞാൽ ദാമ്പത്യ സ്നേഹം സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ രൂപമാണ്. സൗഹൃദങ്ങൾക്ക് വേണ്ടി ആളുകൾ ഇന്ന് ഓടി നടക്കുന്ന കാലഘട്ടമാണ്. ഭാര്യയും ഭർത്താവും ഉണ്ടായിട്ട് പോലും മറ്റ് സൗഹൃദങ്ങൾക്ക് പിറകെ പോകുന്ന ഈ കാലഘട്ടത്തിൽ ആജീവനാന്ത സൗഹൃദമാണ് ഭാര്യാഭർത്തൃ ബന്ധം എന്നാണ് പാപ്പ ഇതിൽ പങ്കുവയ്ക്കുക. ഈ ചർച്ചയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആജീവനാന്ത പങ്കുവയ്ക്കലാണ് വിവാഹം, ദാമ്പത്യ ജീവിതം എന്നാണ് പാപ്പ പറയുന്നത്. പങ്കുവയ്ക്കാൻ വേണ്ടി സൗഹൃദങ്ങൾ തേടി ആളുകൾ ഓടി അലയുന്ന ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് ഈ ഒരു വിഷയം ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം? എനിക്ക് തോന്നുന്നു ഈ സൗഹൃദം എന്ന വാക്ക് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയായിട്ടുള്ളൊരു വാക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രാർത്ഥനാപൂർവം വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു പദമാണത്. ചിലപ്പോഴൊക്കെ കുട്ടികളോ യൗവന പ്രായത്തിലൊക്കെ സൗഹൃദം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ഒരു ഇഷ്ടം, ആ ഇഷ്ടം ആണ് സൗഹൃദം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഫ്രണ്ട്ഷിപ്പ്, ആ സൗഹൃദം ആവശ്യപ്പെടുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു മാർപ്പാപ്പ തന്നെ അത് വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ശരിക്കും ഇതിൽ പറയുന്നത് എങ്ങനെയാണ്? നല്ല സൗഹൃദത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ഉള്ള ഐക്യമാണത്. അപര വ്യക്തിയുടെ നന്മയ്ക്കായിട്ടുള്ള താല്പര്യം ഇതിലുണ്ടാകും, പാരസ്പര്യം. ഇതൊരു വളരെ ദൃഢമായ ഐക്യമാണ്, ഒരു ഊഷ്മളത, പങ്കുവയ്ക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് ജനിക്കുന്ന സ്ഥിരതയും സാദൃശ്യവും. ഇത്രയും ഗുണങ്ങളാണ് ഈ ഒരു സൗഹൃദത്തിൻ്റെ മേഖലയിൽ പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, അത് മനുഷ്യനിൽ ദൈവം കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു സിദ്ധിയാണ്. ആർക്കെങ്കിലും അങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നില്ല, ആരുടെ സ്നേഹം കിട്ടണമെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനഃശാസ്ത്രജ്ഞനെ സമീപിക്കണം. ബേസിക്കായിട്ട് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഈ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഒരു വലിയ സംവിധാനം ദൈവം തരുന്നതാണ് ഈ സൗഹൃദം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തെ വളരെ വളരെ കരുതലോടുകൂടെ വളർത്തണം, ആഴപ്പെടുത്തണം. നല്ല സൗഹൃദങ്ങൾ വേണമെന്ന് ഇന്ന് എല്ലാവരും പരസ്പരം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ദാമ്പത്യത്തിലേക്ക് വരുമ്പോൾ ഈ സൗഹൃദത്തിൻ്റെ മഹത്വം കുറേയും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ മുതൽ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലുടനീളം പല തരത്തിൽ, പല തലങ്ങളിൽ, പല പ്രായത്തിൽ വ്യക്തികളുമായും ജീവനുള്ള വസ്തുക്കളുമായും അല്ലാതെ നമ്മുടെ ഇപ്പോൾ പെറ്റ്സിനോട് പോലും നമുക്കുള്ള സൗഹൃദം എന്ന് പറയും. പുസ്തകങ്ങളോട് സൗഹൃദമുള്ളവരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സൗഹൃദങ്ങളുണ്ട്. അത് മാറി മാറിയൊക്കെ വരികയും ചെയ്യും.
ഏറ്റവും ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ അമ്മയായിരിക്കാം. അപ്പം ആ ബന്ധം കഴിഞ്ഞു ചിലപ്പോൾ ചേട്ടനും അനിയനിലെ നമ്മുടെ ഒപ്പമുള്ള സിബ്ലിങ്സ് എന്ന് പറഞ്ഞവരോട് നമുക്ക് സൗഹൃദം വരും, കസിൻസിനോട് വരും, അയൽവാസികളോട് വരും, പിന്നെ സ്കൂളിലേക്ക് എത്തുമ്പോൾ സഹപാഠികളോട് വരും, പുസ്തകങ്ങളോട് വരും, ചിലപ്പോൾ ഒരൊറ്റ കവിയുടെ കവിതകളോട് കൂടുതൽ സുഹൃത്ത് ബന്ധം നമ്മൾ പുലർത്തും. അങ്ങനെ പലതരത്തിലുള്ള സൗഹൃദം വരും. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ദാമ്പത്യത്തിലെ സൗഹൃദത്തെ കുറിച്ചാണ്, ദമ്പതികൾ തമ്മിലുള്ള സൗഹൃദത്തെ കുറിച്ചാണ്. ഞാൻ ചെറിയൊരു വിശദീകരണം എൻ്റെ ഇടയ്ക്ക് പറയട്ടെ. ഫ്രണ്ട്ഷിപ്പിൽ ഒരിക്കലും മാരിറ്റൽ ലൈഫ് കടന്നു വരരുത്. മാരിറ്റൽ ലൈഫിൽ നിർബന്ധമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും വേണം. ഈ ഒരു വേർതിരിവ് ചിലപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റാതെ ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കുന്ന അവസ്ഥയുണ്ട്. അതല്ല 5ാം ക്ലാസ്സുകാരനും ചിലപ്പോൾ അല്പൊരു സ്നേഹം ഒരു പെൺകുട്ടിയോട് തുടങ്ങുമ്പോഴേക്കും പലപ്പോഴും ഈ മാരേജോടുകൂടെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം പോയി, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പുകളെല്ലാം തകർന്നു, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റാതെ പഴയ സൗഹൃദങ്ങൾ നിലനിൽക്കുന്ന മനുഷ്യരുമുണ്ട്. അല്ല, സൗഹൃദങ്ങൾ ഉണ്ടാകണം, പക്ഷേ എൻ്റെ ഭാര്യയാണ് വിവാഹത്തിന് ശേഷം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, എൻ്റെ ഭർത്താവാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തെന്ന് ഒരു ഭാര്യയോ ഭർത്താവോ മനസ്സിലാക്കിയാൽ ബാക്കി സൗഹൃദങ്ങളൊക്കെ പിന്നെ അതിനപ്പുറത്തെയാണ്. പലപ്പോഴും നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് സൗഹൃദങ്ങൾ മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ വിവാഹത്തിലാണെങ്കിലും സൗഹൃദം മാത്രമായിട്ട് പോകുന്നൊരവസ്ഥ, ആ വിവാഹത്തിൻ്റെ മഹത്വം കയ്യിലെടുക്കാതെ സൗഹൃദങ്ങൾക്ക് വേണ്ടി മാത്രം നടക്കുന്നൊരവസ്ഥ, അത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നത്. വിവാഹത്തിൽ അതേസമയം സൗഹൃദങ്ങൾ വേണം. പരസ്പരം കലഹിച്ചോ അല്ലെങ്കിൽ പരസ്പരം അംഗീകരിക്കാതെയോ പരസ്പരം സഹായിക്കാതെയോ മുന്നോട്ട് പോകുന്നത് ഒരു നല്ല രീതിയല്ല. അത് ആ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് മാറും. സ്നേഹത്തിൽ വളരാൻ ഒരിക്കലും അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് സാധിക്കുകയില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തോളം സൗഹൃദപരമായിട്ടുള്ള മറ്റൊരു ബന്ധമില്ല. അതായിരിക്കണം ഒരു വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം അതായിരിക്കണം ഏറ്റവും ദൃഢതരമായിട്ടുള്ളൊരു ബന്ധം. നിയമ സംവിധാനങ്ങൾ പോലും പതുക്കെ അങ്ങനെയുള്ള സൗഹൃദങ്ങളെ ഒരു പരിധി വിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരു പുരുഷൻ ജീവിച്ചോട്ടെ, ഒരു സ്ത്രീയും ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ലാഘവത്തോടെ. അപ്പം എനിക്കെപ്പോഴും തോന്നാറുള്ളത് ഈ മനുഷ്യബന്ധങ്ങളെ നിയമങ്ങളിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനം. മാത്രമല്ല ഈ സൗഹൃദങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന ഈ നിയമവ്യവസ്ഥിതി വിവാഹത്തിലെ സൗഹൃദത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ അത് വിവാഹമോചനത്തിലേക്ക് വരുന്ന കുടുംബങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേർപിരിഞ്ഞോളൂ, വളരെ കൗൺസിലിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. എങ്കിൽ പോലും ഒരു വിവാഹത്തിലെ സൗഹൃദത്തിൻ്റെ ആ ഇമ്പോർട്ടൻസും വളരെ കൃത്യമായി നമ്മൾ നിർവചിക്കപ്പെടേണ്ടതാണ്. വിവാഹത്തിൻ്റെ അന്തസ്സത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളാണെങ്കിലും സൗഹൃദം മാത്രമുള്ള കാര്യം മതി എന്നുള്ള ആ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടി മുറവിളി കൂട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹത്തിന്റെ അന്തസ്സത്തെ അറിയില്ല. ആ കൂദാശയുടെ ഒരു ഗ്രേസ് അവിടെ ഒരിക്കലും അവർക്ക് സ്വീകരിക്കാനോ അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനോ പറ്റില്ലല്ലോ, വെറുതെ ഒരു ഒന്നിച്ചു വരവിലൂടെ. അതുപോലെ തന്നെ കുടുംബങ്ങൾ ഒന്നിക്കില്ല. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ 2 കുടുംബങ്ങൾ വിവാഹത്തിലൂടെ 2 സമൂഹങ്ങളാണ് ഒന്നിക്കുന്നത്. പക്ഷെ അതേസമയം വെറുതെ ലിവിങ് ടുഗദർ ആയിട്ട് പോയാലോ അല്ലെങ്കിൽ 2 പേര് ഒരുമിച്ച് താമസിച്ചാലോ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. അത് തന്നെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അതൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടുതലും നമ്മൾ അറേഞ്ച്ഡ് മാരേജസ് ആണ് നമ്മൾ ഉള്ളതും പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ. അതിന് പ്രത്യേകമായ കാരണങ്ങൾ നമുക്കുണ്ട്. നമ്മൾ കണ്ടറിഞ്ഞ കുട്ടികൾക്ക് ആ പക്വത വരാത്ത പ്രായത്തിൽ അച്ഛൻ സൂചിപ്പിച്ച പോലെ 5ാം ക്ലാസ്സിലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം എന്താ വെച്ചാൽ നോട്ട് പകർത്തി എഴുതുന്നതിനിടയിലുള്ള സൗഹൃദമാണ് മറ്റെന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ടി വിയിൽ കാണുന്ന കാര്യങ്ങളോ മൊബൈലിൽ കാണുന്ന കാര്യങ്ങളോ കൊണ്ട് കുട്ടികൾ തന്നെ വിചാരിക്കുക ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി ചേർന്നാൽ അത് ഉടനെ അതൊരു പ്രേമബന്ധമായി എന്ന് തെറ്റിദ്ധരിക്കുകയും അതിൽ തന്നെ തുടരാനും അവർ ശ്രമിക്കുകയും ഇല്ലെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാകുമായിരിക്കാം ഒരു പ്രായത്തിലൊക്കെ കുട്ടികൾ തമ്മിൽ. പക്ഷെ അത് ഒരു വിവാഹത്തിന് ആവശ്യമുള്ള ദൃഢത ആ ബന്ധത്തിനുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാതെ ഉള്ള കൂടിച്ചേരലുകളും അത്തരം കൂടിച്ചേരലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹവും ഒക്കെയാണ് അവിടെ നമ്മൾ ഈ വിവാഹത്തിലെ ഫ്രണ്ട്ഷിപ്പിനെ ഈ ലോകത്ത് അവതരിപ്പിക്കണം. ഇന്നത്തെ കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാര്യയ്ക്ക് നല്ലൊരു ഫ്രണ്ടാകാൻ പറ്റും, ഒരു ഭർത്താവിന് ഭാര്യയുടെ ഏറ്റവും നല്ല സുഹൃത്താകാൻ കഴിയും. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ഈ സൗഹൃദമാണ് മറ്റു മനുഷ്യരെ വിവാഹത്തിലേക്ക് പോലും ആകർഷിപ്പിക്കേണ്ടത്. ഇന്ന് വിവാഹത്തിന് പുറത്ത് സൗഹൃദങ്ങൾ കൊണ്ടു നടക്കുന്ന മനുഷ്യർ
വിവാഹത്തിൽ ഈ സൗഹൃദത്തിൻ്റെ എലമെൻ്റ് ഇല്ല എന്ന് ചിന്തിക്കുകയും അങ്ങനെ വിവാഹത്തെ താല്പര്യമില്ലാത്ത ഒരു കാര്യമായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചില കുടുംബങ്ങളെ കാണുമ്പോൾ അവർ പിള്ളേർ പറയാറുണ്ട്, എൻ്റെ ഡാഡി മമ്മി നല്ല ഫ്രണ്ട്സാണ്. അത് മക്കള് പറയാനായിട്ട് ഇടയാകുന്ന രീതിയിൽ ആ ദമ്പതികൾ ഫ്രണ്ട്സിനെ പോലെ പെരുമാറുക. അല്ല, അത് തന്നെയാണ് പാപ്പ ഇവിടെ പറയുന്നത്. ഈ സൗഹൃദം നിലനിർത്താൻ നിങ്ങൾ പടപൊരുതണമെന്നാണ് ഇവിടെ പാപ്പ ഒരു വാക്ക് പറയുന്നത്. അത് വീണ്ടും ജനിക്കണം, മരണം വരെ നവീകരിക്കണം ഈ സൗഹൃദം. അപ്പോൾ ഈ സൗഹൃദത്തിൽ ഉറയ്ക്കുമ്പോൾ അത് മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ദൃഢതരമായ ബന്ധമാണ് ദാമ്പത്യ ബന്ധം എന്നുള്ള ഒരു മെസ്സേജ് കൂടെ ഈ തലമുറയിലേക്ക് കമ്മ്യൂണിക്കേറ്റ്. വിവാഹത്തിൽ നമ്മളത് ആ ഉത്തരവാദിത്വം കൂടിയാണ് ഏറ്റെടുക്കുന്നത്. ഇവനാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, ഇവളാണ് ഇന്നു മുതൽ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് കൂടിയുള്ള ഒരു ഉത്തരവാദിത്വം. അത് നിലനിർത്തുവാനുള്ള ഡോക്ടർ പറഞ്ഞ പോലെ ഒരു യജ്ഞവുമാണ്. കാരണം മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് മാത്രമല്ല, അവർ വിശ്വസ്തയോടെ നിലനിൽക്കണമെന്നും കൂടി കുട്ടികൾ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ വിവാഹത്തിന്റെ ഉടനെ തന്നെ സാധിച്ചെന്ന് വരില്ല, പരിശ്രമത്തിലൂടെ അവരത് ക്രമീകരിച്ചെടുക്കേണ്ടി വരും. അതാണ് ഞാൻ നേരത്തെ നമ്മുടെ അറേഞ്ച് മാരേജസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. അതാണ് അത് ചിലപ്പോൾ ഈ മുന്നേ കൂട്ടി സൗഹൃദം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, പക്ഷെ നമ്മൾ അത് പരിശ്രമിച്ച്, അതാണ് ഇവിടെ മാർപ്പാപ്പ. ഒരിക്കലും ഒരാള് എനിക്ക് പരിചയമുള്ള വ്യക്തി ഷെയർ ചെയ്ത് ഓർക്കുകയാണ്. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഉടനെ തന്നെ വിവാഹം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി പോവാണ് സുഹൃത്തുക്കളെ അന്വേഷിച്ച്. അപ്പോൾ കണ്ടുമുട്ടിയ ഒരു സിസ്റ്റർ ചോദിച്ചു, നീ നിൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകുമ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് ആരാണ് സുഹൃത്തായിട്ടുള്ളത്, നിൻ്റെ ഭാര്യയ്ക്ക് ആരാണ് കൂട്ടുള്ളത്? വലിയൊരു ചോദ്യം, ഇതൊരു ഭയങ്കര ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യം അദ്ദേഹത്തെ, ഭാര്യയും അവിടെ വീട്ടിലൊറ്റയ്ക്കാണല്ലോ, ഞാൻ എൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ചു, കല്യാണത്തിന് മുമ്പുള്ള ഒരു പൂരപ്പറമ്പിലുള്ള ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് ഇയാളുടെ അഡിക്ഷനാണത്. കല്യാണം കഴിഞ്ഞിട്ട് അതിലേക്ക് തിരക്ക് കൂടി ഇദ്ദേഹം ഓടുമ്പോൾ ആ സിസ്റ്ററിലൂടെ ദൈവം ഇടപെട്ടതായിട്ട് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ ദാമ്പത്യത്തിലുള്ള സൗഹൃദം കുറെ ഉത്തരവാദിത്വങ്ങൾ കൂടി ഏൽപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ പുറത്തുള്ള സൗഹൃദങ്ങളെ ചിലപ്പോൾ ഒന്ന് പരിമിതപ്പെടുത്തേണ്ടതായിട്ട് വരും. അവിടെയാണ് ഇപ്പൊ മാർപ്പാപ്പ പറയുന്നത്, അത് ഏറ്റെടുക്കണം. സൗഹൃദത്തിൽ ഏറ്റെടുക്കുകയും നിലനിർത്തുകയും വേണം. അല്ല സാർ, അത് സംഭവിക്കുന്നുണ്ട്, ചില കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. കാരണം പുറത്തുള്ള സൗഹൃദങ്ങളുള്ള ഒരുപാട് ആളുകൾ വിവാഹത്തോടു കൂടി അവർ ആ പുറത്തുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവർ നല്ല കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുഴുവനായി ഉപേക്ഷിക്കണമെന്നുള്ള പ്രയോറിറ്റി ബന്ധം. വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ആ സൗഹൃദം കഴിഞ്ഞിട്ട് മാത്രമേ മറ്റ് സൗഹൃദങ്ങളുടെ ലിസ്റ്റ് അത് നമ്മൾ ശരിക്കും ആ സർക്കിൾ വരയ്ക്കേണ്ടതുണ്ട്. അത് പെട്ടെന്നൊന്നും പറ്റില്ല. അതേസമയം സുഹൃത്തുക്കളുടെ ലിസ്റ്റിൽ ഞാനിപ്പോ മൊബൈൽ ഫോണും കൂടെ എഴുതി ചേർക്കും. കാരണം ഈ പുറത്തുള്ള സുഹൃത്തുക്കൾ മാത്രമല്ല ഇപ്പൊ മാടി വിളിക്കുന്നത്. ഒരു വീട്ടിനുള്ളിൽ തന്നെ, ഒരു മുറിയിൽ തന്നെ, ഒരു കട്ടിലിൽ തന്നെ ഇരുന്ന് നമ്മളിങ്ങനെ കോമിക്സ് ഒക്കെ കാണാറുണ്ട്, കാർട്ടൂൺസ് ഒക്കെ. ഭാര്യയും ഭർത്താവും രണ്ട് മൊബൈലിൽ നോക്കിയിരുന്നാൽ അവര് രണ്ട് ലോകത്തിലാണ്. അവരും സൗഹൃദങ്ങളിൽ തന്നെയാണ് എപ്പോഴും. പക്ഷെ ഇവര് തമ്മിൽ സൗഹൃദം ഇല്ലെന്ന് മാത്രം. ടീച്ചർ ആരംഭത്തിൽ പറഞ്ഞു, മനുഷ്യന് സൗഹൃദങ്ങളുണ്ട്. അത് വ്യക്തികളോടാകാം, വസ്തുക്കളോടാകാം. വസ്തുക്കൾ വഴിയുള്ള അല്ല, ഇപ്പം മോഡേൺ ലൈഫിൽ അച്ഛാ നേരിട്ട് കാണണം എന്നില്ല. പണ്ടാണ് ഈ പൂരപ്പറമ്പിലേക്ക് ഓടുന്ന സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും സ്വയം ചിന്തിക്കേണ്ടത്, അടുത്താണെങ്കിലും അകലെയാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടാണ്? ചിലപ്പോൾ ഔദ്യോഗികമായ തലങ്ങളിൽ സംസാരങ്ങളുണ്ടാകാം. അതിന് പുറമെയുള്ള തലങ്ങളിൽ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടാണോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്? ആ സംസാരം തരുന്ന ഒരു ഫ്രീഡം ഉണ്ട്, നമുക്ക് പരസ്പരം എൻജോയ് ചെയ്യണം. ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ കൊതിപ്പിക്കുന്ന, നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചില്ലേ, എൻ്റെ അപ്പനും അമ്മയും നല്ല സുഹൃത്തുക്കളാണെന്ന് മക്കൾ പറഞ്ഞത് ആ കുടുംബത്തെക്കുറിച്ചുള്ള ആ അപ്പനമ്മ എത്രയോ നല്ലൊരു കമൻ്റാണ്. നമുക്ക് അങ്ങനെ സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്ന ഒരു കുടുംബം, അങ്ങനെ ധാരാളം കുടുംബങ്ങളുണ്ട്. അത് അങ്ങനെയുള്ളൊരു കുടുംബത്തെ നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാം. അവർ നല്ല സുഹൃത്തുക്കളാണ്, അവരുടെ ജീവിതം സൗഹൃദത്തിൻ്റെതാണ് എന്ന് അവർ പങ്കുവയ്ക്കുന്നത് നമുക്കിപ്പോൾ കേൾക്കാം. ഞങ്ങൾ രണ്ട് പേരും കുടുംബക്കാരും
ദൈവഭക്തിയിലും ദൈവപേടിയിലും വളർന്ന കുടുംബങ്ങളാണ്. കൃത്യസമയത്ത് പ്രാർത്ഥനയും മറ്റും ഞങ്ങൾ എല്ലാ മക്കളും ഒന്നിച്ച് വിളിക്കുമ്പോൾ ഒന്നിച്ച് തന്നെ പ്രാർത്ഥന ചെയ്യലും ഒന്നിച്ച് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ അവരൊക്കെ ജോലി സ്ഥലമായപ്പോൾ വിട്ടപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ച് കൂടും. പിന്നെ എൻ്റെ വൈഫ് മറിയാമ്മ അവരുടെ സ്വന്തം സ്കൂളുണ്ട്, ഒരു അഗസ്റ്റിൻ അക്കര സ്കൂള്. അവിടെ ക്ലറിക്കൽ പോസ്റ്റിൽ എൻ്റെ ഫാദറിൽ അവിടെ ഹെഡ്മാസ്റ്ററായിരുന്നു. അവിടെ ജോലിക്ക് നിശ്ചയിച്ചു. ഇപ്പോൾ റിട്ടയർഡ് പെൻഷൻ വാങ്ങണം. ഞങ്ങൾ കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്കും പിന്നെ ദൈവാശ്രയബോധം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൽ ആശ്രയിച്ച് എന്നിട്ട് ഒരു കാര്യത്തിന് ഞങ്ങൾ പ്രതിസന്ധികൾ പലതും കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് മക്കളൊക്കെ നല്ല നിലയ്ക്ക് വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലിയിൽ പ്രവേശിക്കാനൊക്കെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് പ്രത്യേകിച്ചൊരു ദേഷ്യ സ്വഭാവമുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ ചില നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ഞാൻ ചൂടായി വർത്താനൊക്കെ പറയും. എങ്കിലും ഞങ്ങൾ ഒരു വഴക്കായിട്ടാണ് ഒരു ഇട്ട് നിൽക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ദൈവാശ്രയബോധം ഉള്ളതുകൊണ്ട്, ദൈവത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ പരിഹരിച്ച് അന്നന്ന് തന്നെ അത് സൗമ്യമായിട്ട് ഞങ്ങൾ പെരുമാറിപ്പോന്നിട്ടുണ്ട് ഇന്നുവരെ. ഞാൻ ഈ മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിലും ഫൈനാൻസിങ് കമ്പനിയിൽ ഞാൻ 1-2 കമ്പനികളിലുണ്ടായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഫൈനാൻസിങ് കമ്പനിക്കൊക്കെ ഒരു ലോൺ എടുത്തവരും മറ്റും അടയ്ക്കാത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ എനിക്ക് സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായതൊരു സമയമുണ്ടായിരുന്നു. അന്ന് ഭാര്യ ഞാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഒന്നിനും പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്താ ആവശ്യങ്ങളും ധൈര്യമായിട്ട് എനിക്ക് വളരെ മാനസികമായൊരു വളരെ അതിൽ കടം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ സമാധാനപരമായി എൻ്റെ കഴിവിനനുസരിച്ച് ഓരോ അവസരത്തിൽ അവർക്ക് കൊടുത്തു വീട്ടാൻ ദൈവം അനുഗ്രഹിച്ചു. ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെ ഭാര്യ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് നമുക്ക് ഫൈനാൻഷ്യലായിട്ട് അവളുടെ കയ്യിലുള്ള പൈസകളും ചിലപ്പോൾ പണം, സ്വർണ്ണമോ കാര്യങ്ങളൊക്കെ വിൽക്കാനൊക്കെ എല്ലാം വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് വേണ്ട സഹായം ചെയ്ത് തന്നിട്ടുണ്ട്. 1967 ഫെബ്രുവരി 1 വിവാഹം. അതിനുശേഷം 67 ആ കൊല്ലം തന്നെ മൂത്ത മകനെ പ്രസവിച്ചു. അങ്ങനെ 5-6 കൊല്ലത്തിനുള്ളിൽ 4 മക്കളെ പ്രസവിച്ചു. 4 പേരെയും 2 വീട്ടുകാരും ഒരുപോലെ സഹകരിച്ച് നോക്കുന്നു. പിന്നെ ഭർത്താവിൽ നിന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യത്തിനും നല്ല സഹായം ഉണ്ടായിരുന്നു. പിന്നെ ജോലിക്ക് ഇളയ മകന് 1.25 വയസ്സായപ്പോഴാണ് ഞാൻ ജോലിക്ക് പോയത്. എനിക്ക് SSLC മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. അതിനനുസരിച്ച് ജോലി ചെയ്യാനായിട്ട് എനിക്ക് അധികം അറിയില്ലായിരുന്നു. എന്നാലും എല്ലാ കാര്യത്തിലും ഭർത്താവും സഹകരിച്ച് പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ 4 പേരെയും വളർന്നു വന്ന് 4 പേർക്കും വിദ്യാഭ്യാസവും കൊടുത്തു. അവർ 4 പേരും എല്ലാവരും ഒരു നിലയ്ക്കെത്തി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് ദമ്പതികളുണ്ട്. എനിക്കറിയാം, ടൂറ് പോകുന്നവർ, അവർ തന്നെയായിട്ട് ടൂർ പോകുന്നവർ, മക്കളെയും ഒപ്പം കൂട്ടും അല്ലാതെ തന്നെ പോകുന്നവർ. എൻ്റെ അപ്പനും അമ്മയും തന്നെ ഞാൻ ഓർക്കുക, എൻ്റെ അപ്പൻ അങ്ങനെ പുറത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ലാത്ത ആളാണ്. ഏറ്റവും വലിയ സുഹൃത്ത് എൻ്റെ അമ്മ തന്നെയാണ്. പറയാനുള്ളത് മുഴുവൻ പറയുന്നത് എൻ്റെ അമ്മയോടും. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നേരെ തിരിച്ചാൽ പുറം ലോകത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛന് വേണ്ടി ത്യാഗം സഹിച്ച ഒപ്പത്തിൽ കൂടി അങ്ങനെ വീടിനുള്ളിൽ അവർ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ പുതിയ ജനറേഷനെ പോലെ ജീവിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. ഈ മാതാപിതാക്കൾ സൗഹൃദം നന്നായിട്ട് ജീവിക്കുമ്പോൾ അത് മക്കളും കണ്ടു വളരുകയും അവരും ആ മാതാപിതാക്കളോട് അതുപോലെ സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. കാരണം അവർക്ക് എന്ത് രഹസ്യമാണെങ്കിലും അപ്പനോടും അമ്മോടും വന്ന് പറയാനുള്ള ഒരു ഫ്രീഡം. അതുമല്ലേലും ഡോക്ടർ, ഇപ്പം നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കൾ പഠിക്കുക. വേറൊരു പ്രീമാരിറ്റൽ കോഴ്സ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ജനിക്കുമ്പോൾ മുതൽ അവർ കണ്ടു വളരുന്ന. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തെ ശക്തിപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭാര്യാഭർത്താക്കന്മാർക്ക് തന്നെയുള്ളൊരു സമയം. അവർ സൗഹൃദം പങ്കുവയ്ക്കുന്നതും അവർ ഒറ്റയ്ക്ക് യാത്രയ്ക്ക് പോകുന്നതും ഒക്കെ മക്കൾ കണ്ടു വളരണം. എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും
മാതൃകാപരവും ഏറ്റവും ഉദാത്തവുമായ ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണെന്ന് മക്കളുടെ മനസ്സിൽ അത് പതിയണം. എന്നാൽ മാത്രമാണ് നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള ഒരു പ്രചോദനവും പ്രേരണയും ഒക്കെ മക്കൾക്കുണ്ടാകുക. നമുക്ക് തോന്നുന്നത് ഒരു പ്രാക്ടിക്കൽ ടിപ്പ് പോലെ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കടിക്കരുതെന്ന്. ഈ ബുക്കിൽ ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ്, മാതാപിതാക്കൾ വഴക്കടിക്കുന്നതാണ് കൊച്ചുങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു വേദന. അതുപോലെ അപ്പനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുക എന്നുള്ളത് കൊച്ചുങ്ങൾക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ ടിപ്പ് പോലെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇപ്പം എനിക്ക് ഓർമ്മ വരിക, മക്കൾ ഉറങ്ങിയിട്ടാണ് ഞങ്ങൾ വഴക്കടിക്കാറ്. പക്ഷെ ആ ഉറക്കത്തിൽ കരയുമായിരുന്നു. എൻ്റെ ഇളയ മകൻ പ്രത്യേകിച്ച് അവൻ ഉറക്കത്തിൽ ഇങ്ങനെ ശബ്ദമുണ്ടാക്കും. നമ്മുടെ സ്വരം മാറും, വളരെ പതുക്കെ പറഞ്ഞാൽ പോലും അവൻ ഉറക്കത്തിൽ കരയുമായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. അത്രമേൽ അവരുമായിട്ടുള്ള ജൈവ ബന്ധമുണ്ട്. കാരണം നമ്മളുടെ സംസാരത്തിലെ എന്തെങ്കിലും ഒരു ട്യൂൺ മാറിയാൽ വളരെ കുഞ്ഞുനാളിൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ അമ്മ പറയുന്ന ട്യൂണിൽ എന്തോ ഒരു മാറ്റം, എവിടെയോ ഒരു പെശക്. അപ്പൊ കുട്ടികൾക്ക് ഒരിക്കലും അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. ബേസിക് കാര്യം ഇങ്ങനെയാണ്, നമ്മളെല്ലാവരും സൗഹൃദം അന്വേഷിക്കുന്നവരാണ്. എല്ലാ മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന എന്നല്ല. ഈ സൗഹൃദത്തിന്റെ കൂട്ടായ്മ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൗഹൃദത്തിനും സ്നേഹത്തിനും എതിരായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ ഏറ്റവും കൂടുതൽ മനസ്സ് പ്രസന്നമാകുന്ന അല്ലെങ്കിൽ മുഖം പ്രസന്നമാകുന്ന സമയം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താവിനോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ആ കുടുംബത്തിൽ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ആ കുടുംബത്തിൽ മാതാപിതാക്കൾ നല്ല സൗഹൃദം പുലർത്തുന്നവരായിരിക്കണം, നല്ല മാതൃകളായിരിക്കണം. ചിലപ്പോഴെങ്കിലും മക്കളുണ്ടായതിനു ശേഷം ഈ സൗഹൃദം നഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും. ഒരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി, പിന്നെ ഭാര്യ വേറെ കിടക്കുന്നു. അതെന്താന്ന് ഡോക്ടർ, ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ മക്കൾ ഉണ്ടാകുന്നതാണ് ഈ ദാമ്പത്യ വിവാഹത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മക്കൾ ഉണ്ടാക്കുക, ദൈവത്തിന്റെ സൃഷ്ടി. പക്ഷെ അത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ്. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് വിവാഹം കുട്ടികളെ പ്രത്യുൽപാദിപ്പിക്കാൻ മാത്രമല്ല, പിന്നെയോ പരസ്നേഹം ശരിയായി പ്രകാശിപ്പിക്കപ്പെടാനും അത് വളരുകയും പക്വത പ്രാപിക്കുകയും ചെയ്യാനും കൂടി സ്ഥാപിക്കപ്പെട്ടതാണ്. അത് എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ പിഴ പറയും, കാരണം കൂടുതലും സ്ത്രീകൾക്കാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത്, തിരിച്ച് അങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ ഒരു മടുപ്പ്, ഫിസിക്കലായിട്ടുള്ള ക്ഷീണങ്ങൾ ഒക്കെ ഈ ഈ സൗഹൃദത്തിനൊരു ചെറിയ തടസ്സമാകും, കുട്ടികളിലേക്ക് മാറും. അപ്പം എല്ലാം കൂടെ ഉള്ള ഒരു ഫെറ്റീഗാണ്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും കൂടെ. അപ്പം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകാറുണ്ട്, അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ ഈ പറയുന്നത്. അവിടെയാണ് എനിക്ക് വേണം ഈ പരസ്നേഹത്തിലേക്കും കൂടി സൗഹൃദം നീങ്ങണമെന്ന് പറയുമ്പോൾ, വാസ്തവത്തിൽ ഈ ഭർത്താവും ഭാര്യയും മക്കളൊക്കെ ഒരുമിച്ച് ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ സന്ദർശിക്കുക, സൗഹൃദ സന്ദർശനങ്ങൾ, ബന്ധുവീടുകളിലാകാം, അല്ലെങ്കിൽ അപ്പന്റെ അമ്മയുടെയും സുഹൃത്തുക്കളായിരുന്നവര് അവരുടെ വീടുകളിലേക്ക് പോകുക, സൗഹൃദ യാത്രകൾ, ഒരുമിച്ചുള്ള ഉല്ലാസ യാത്രകൾ. കുട്ടികൾ അവിടെ കളിക്കുമ്പോൾ അപ്പനമ്മ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നു, ഒരു ഫ്രീ ആയിട്ട് മൂഡിൽ പിള്ളേരത് കാണുന്നു, അവർ അപ്പനമ്മ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഇത് വളരെ ശരിയായ കാര്യമാണല്ലോ. ഒരു സൗഹൃദാന്തരീക്ഷം, എൻ്റെ ഭാര്യ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ പലപ്പോഴും പാടുപെടുന്നവരാണ് നമ്മൾ. ഇവിടെ പാപ്പ പറയുകയാണ്, ഈ സ്നേഹം എല്ലാ പരീക്ഷകളെയും അതിജീവിക്കുകയും എല്ലാറ്റിൻ്റെയും മുൻപിൽ വിശ്വസ്തയോടെ നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന കൃപാവര ദാനം അതിനാവശ്യമാണ്. വീണ്ടും നമ്മുടെ ഒറ്റമൂലിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. വീണ്ടും ഈ ദാമ്പത്യ സ്നേഹത്തിൽ വളരണമെങ്കിൽ, ഈ ആജീവനാന്ത സൗഹൃദത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ കർത്താവിന്റെ കൃപാവരം കൂടിയെത്തി. ഏറ്റവും അധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ബന്ധമാണ് ദാമ്പത്യ ബന്ധം. ഇപ്പൊ വെറും സുഹൃത്തുക്കൾ തമ്മിൽ വേണമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ടുപേരെയും പിരിഞ്ഞു പോവാം. പക്ഷെ ഇത് വളരെയധികം കെട്ടപ്പെട്ട് കിടക്കുന്ന കൂതാശയോട് കൂടിയാണ്. അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ബോധ്യമുണ്ടായിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെയുള്ള അത്രയും ദൃഢമായ ബന്ധമാണ്. അപ്പൊ ഈ പ്രതിസന്ധികളിലും ആ സൗഹൃദം
പിടിച്ചു നിർത്താനാണ്. അപ്പൊ പറയുന്നില്ലേ പടയാളിയെ പോലെ നമ്മള് ഈ ഫൈറ്റ് ചെയ്ത് വെല്ലുവിളികളിൽ- നിൽക്കണം, ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ശക്തി ഉണ്ടാകണം, ചങ്കൂറ്റം ഉണ്ടാകണം. അതിനാണ് മാർപ്പാപ്പ പറയുന്നത് ഇതൊരു ധൈര്യമാണ്. ഈ ദാമ്പത്യ ബന്ധം എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു കാര്യമല്ല, അത്ര എളുപ്പമല്ല. ഉണ്ടാവും, അല്ലേ? വെല്ലുവിളികൾ ഉണ്ടാവും. പക്ഷെ പ്രയാസമുള്ളതിനെ എളുപ്പമാക്കി തീർക്കുവാനാണ് പരിശുദ്ധാത്മാവിന്റെ വരത്തിന് വേണ്ടി നാം ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ യുവദമ്പതികൾ മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്, പ്രാർത്ഥനയിലൂടെയും സഹായത്തിലൂടെയും പിന്തുണയിലൂടെയും. അതുകൊണ്ട് വിവാഹങ്ങൾ തകരുന്നു, കുടുംബങ്ങൾ തകരുന്നു, ഭാര്യാഭർത്തൃ ബന്ധം ഉപേക്ഷിച്ച ആളുകൾ പോകുന്നു എന്ന് പരിതപിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കാം. വിവാഹം ഒരു ആജീവനാന്ത സൗഹൃദമാണെന്നും ഈ സൗഹൃദത്തിലുള്ള നിലനിൽപ്പും പടപൊരുതിയുള്ള വിജയവും അനേകം കുടുംബങ്ങൾക്ക് ഇനിയും ധാരാളം മുന്നേറാനുള്ള ഒരു ശക്തി പകരുന്നതായിട്ട് മാറും. ഇവിടെ വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി അലംഘ്യമായ ഒരു ഉടമ്പടിയിൽ ഐക്യപ്പെടുകയും ഏതുതരം പ്രയാസമുണ്ടായാലും കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന പ്രത്യാശ പോലും ഇല്ലാതായാലും അവർ അവിഭാജ്യരായി നിലനിൽക്കുകയും ചെയ്യുന്നുവെന്നത് മഹത്തായ ഒരു രഹസ്യത്തിൻ്റെ അടയാളം തന്നെയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലായാൽ പോലും ദാമ്പത്യ ജീവിതം, ദാമ്പത്യ സ്നേഹത്തിൻ്റെ ആ ശക്തി, വിവാഹത്തിലൂടെ ലഭിക്കുന്ന കൃപാവരം അതിനെ പൂർണ്ണമാക്കാൻ കഴിവുള്ളതാണ്. ഇതാണ് നമ്മൾ ഈ ചർച്ചയിലുടനീളം കേട്ടത്. നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ആജീവനാന്ത സൗഹൃദമാണ് വിവാഹത്തിലുടനീളം ഉണ്ടാകേണ്ടത്. ഇങ്ങനെ സൗഹൃദത്തിൻ്റെ ഒരു ദാമ്പത്യ ശൈലി നമ്മുടെ കുടുംബജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകട്ടെ. അത് പരിശീലിക്കാൻ, നിലനിർത്താൻ, പടപരുതി കൊണ്ട് ഈ സൗഹൃദത്തിന് വേണ്ടി നിലനിൽക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ ചർച്ചകൾ നിങ്ങൾക്ക് അതിന് സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഏവരെയും ഒരിക്കൽ കൂടെ ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.